ഹലോ കൂട്ടുകാരെ, നമ്മളെ ചെമ്മീൻ വെച്ചിട്ട് പല കറികളും ഉണ്ടാക്കാറുണ്ടല്ലേ, വറുക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കോലും ഇട്ടിട്ട് നല്ലൊരു നാടൻ ഒഴിച്ചെറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കണ്ടാലോ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ അതിനകത്തേക്ക് നമ്മൾ വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒത്തിരി വലിയ ചെമ്മീനൊന്നുമല്ല, ഒരു ചെറിയ ചെമ്മീനാണ് കേട്ടോ. ഒരുപാട് ചെറുതുമല്ല, ഒരുപാട് വലുതുമല്ല. അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തെടുത്തത് ഒരു 1/4 കിലോ ഉണ്ട് കേട്ടോ. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് വേവാനുള്ള ചെമ്മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പം നമുക്കിത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മതിയായിരിക്കും നമ്മുടെ ചെമ്മീനൊക്കെ വെന്ത് കിട്ടാൻ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കുക. അതിനായിട്ട് 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ഉള്ളി, ഇതെല്ലാം കൂടി നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ. നല്ല മയത്തിൽ അരച്ചെടുക്കണം. നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ മാറ്റി വെച്ചേക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ ഇവിടെ വെന്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് മുരിങ്ങക്കോൽ ഇട്ട് കൊടുക്കാം. ഒരു മുരിങ്ങക്കോലിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തതും 2 പച്ചമുളകും, പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഒരു മാങ്ങയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ മാങ്ങ എടുക്കുന്നത് പുളി അനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് നമ്മുടെ മാങ്ങയും മുരിങ്ങക്കോലും ഒന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടി ഒന്ന് അടച്ച് വയ്ക്കാം. മാങ്ങയും മുരിങ്ങക്കോലും ഒക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഇവിടെ നല്ലതുപോലെ മാങ്ങയും മുരിങ്ങക്കോലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മാങ്ങയിലും മുരിങ്ങക്കോലിലൊക്കെ വെള്ളം വറ്റിയിട്ടില്ല. അപ്പം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം, ചാറിനനുസരിച്ചിട്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ തിളച്ച് വന്നാൽ മതി. അരപ്പിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിയാൽ മതി. ലാസ്റ്റ് നമുക്ക് അതിനകത്തേക്ക് കടുക് എടുത്ത് ചേർക്കാം. കടുക് വറുത്ത് ചേർക്കണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഞാൻ ലാസ്റ്റ് ഇതിനകത്തേക്ക് ഉള്ളിയും കടുകും കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മൂപ്പിച്ച് അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ മാങ്ങയും മുരിങ്ങക്കോലും ചെമ്മീനും കൂടിയിട്ടുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളിങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.